ഐതിഹ്യപ്പെരുമയിൽ മഹാശിവരാത്രി ഇന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ഉറക്കമൊഴിഞ്ഞ് ഒരിക്കലെടുത്തു വരുന്ന ഭക്തർ പിതൃസ്മൃതിയിൽ ബലിതർപ്പണം നടത്തും. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഭക്തർ ബലിയിടാൻ എത്തുന്നത് ആലുവ മണപ്പുറത്താണ്. ഭക്തരായ ജനസഹസ്രങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ശിവരാത്രിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 116 ബലിത്തറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ 15ഓളം പ്ലോട്ടുകൾ ലേലം ചെയ്ത് നൽകിയിട്ടുണ്ട്. മെട്രോ സർവീസ് ശിവരാത്രിയോടനുബന്ധിച്ച് രാത്രികാലങ്ങളിൽ മുഴുവൻ സജ്ജീകരിച്ചിട്ടുണ്ട്. 1 ലക്ഷം പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1500ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. മുൻവർഷക്രമം തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് അല്ലാതെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം തീയതി വാവാണ്, അന്ന് വരെ ഉണ്ട്. വിഷ്ണു പ്രകാശ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. മഹാശിവരാത്രി ആശംസകൾ. അങ്ങനെ ക്ഷേത്രങ്ങൾ ഓരോന്നും ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആലുവയിലാണോ ഉള്ളത്? എങ്ങനെയുണ്ട്? ഭക്തർ ഓരോരുത്തരും ക്ഷേത്രങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്നുണ്ട്. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഏത് വിധത്തിലാണ്? പൂജ, ഗുഡ് മോർണിംഗ്. ശിവരാത്രി ദിനത്തിലാണ് ഇന്നിപ്പോൾ ഉള്ളത്. ശിവരാത്രിയുടെ ഭാഗമായി തന്നെ ഭക്തരായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക്, ആലുവ ശിവരാത്രി മണപ്പുറത്തെ ശിവക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ ഭഗവാനെ കണ്ട് തൊഴുത് മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തുന്ന ഒരു ഇടം കൂടിയാണ് ആലുവ ശിവരാത്രി മണപ്പുറം. വിശേഷിച്ച് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണമെല്ലാം വിശ്വാസികൾക്ക് അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ രാവിലെ തന്നെ ബലിതർപ്പണം തുടങ്ങിയിട്ടുണ്ട്. ഈ ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള ബലിതർപ്പണം ഇന്ന് അർദ്ധരാത്രി, അതായത് 12 മണിക്ക് ശേഷം ഒരു ശിവരാത്രി വിളക്കുണ്ട്. ശിവരാത്രി വിളക്കിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള ശിവരാത്രി ബലിതർപ്പണം തുടങ്ങുകയുള്ളൂ. പക്ഷേ രാവിലെ മുതൽ പതിവിലും കൂടുതലായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് ബലിതർപ്പണത്തിനായി പിതൃപുണ്യം തേടി അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. വലിയ സജ്ജീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ആലുവ നഗരസഭയും ഒരുക്കിയിട്ടുണ്ട്. 116 ബലിത്തറകളാണ് ഇത്തവണ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ബലിതർപ്പണത്തിനായി തയ്യാറാക്കി ലേലം ചെയ്തിട്ടുള്ളത്. അവിടെയെല്ലാം വിവിധ വിശ്വാസികളായിട്ടുള്ള വിവിധ തരത്തിലുള്ള അതിൻ്റെ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഭക്തരും എത്തിയിട്ടുണ്ട്. ഈ 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഭക്തർ ഈ ശിവരാത്രി ദർശനത്തിനായി ആലുവ മണപ്പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഈ 116 ബലിത്തറകൾ ഉൾപ്പെടെ, അതോടൊപ്പം ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായ CCTV ക്യാമറകൾ, പോലീസ് സംവിധാനങ്ങൾ 1500ഓളം വരുന്ന പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇവരുടെ സുരക്ഷയ്ക്ക് മറ്റുമായി. അതുപോലെ തന്നെ ബലിതർപ്പണം കഴിഞ്ഞ് പുഴയിൽ ഒരു ബലിതർപ്പണത്തിൻ്റെ ബാക്കി ചടങ്ങുകൾ ചെയ്യാനായി ഇറങ്ങുന്ന ഭക്തർക്ക് വേണ്ടി സ്കൂബ സംഘം ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ ബാരിക്കേഡ് വെച്ച് പുഴയിലെ വെള്ളം ബാരിക്കേഡ് വെച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ആളുകൾ, നമുക്കറിയാം ശിവരാത്രി വലിയ ബലിതർപ്പണവും അതുപോലെ തന്നെ കർക്കിടകവാവിൻ്റെ ബലിതർപ്പണവുമാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ശിവരാത്രിക്ക് പണ്ട് മുതലേ ആളുകൾ, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം തൊട്ട് തന്നെ ശിവരാത്രി മണപ്പുറത്തുള്ള ബലിതർപ്പണവും ശിവരാത്രി ആലുവ മണപ്പുറത്ത് ശിവരാത്രി ക്ഷേത്രവും എല്ലാം പ്രസിദ്ധമാണ്. അപ്പോൾ ധാരാളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് തന്നെ വരും. അത് ഈ ആലുവയോ അല്ലെങ്കിൽ എറണാകുളം മാത്രം കേന്ദ്രീകരിച്ചായിരിക്കില്ല. പകരം അതിന് പുറത്തുനിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ബലിതർപ്പണത്തിനായിട്ടും ഈ ശിവക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങുവാനുമായി എത്തും. ഏതായാലും വലിയ തിരക്കുകളിലോട്ട് ക്ഷേത്രം നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് വന്ന് വലിയ ക്യൂ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഉണ്ട്. ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുന്ന. അതെ, ശരിയാണ് വിഷ്ണു. ആലുവയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളും കാണുന്നുണ്ട്. വലിയ തിരക്കുണ്ട്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഓരോ ഇടങ്ങളിലും കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആലുവയിൽ നിന്നും വിഷ്ണു പ്രകാശാണ് കാര്യങ്ങൾ പറഞ്ഞത്.